സന്ദീപ് വാര്യർ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. നീ മര്യാദയ്ക്ക് സംസാരിക്കണം. അവരെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പോ ഇനിയിപ്പോ ഇതുവരെ ഫൈറ്റ് ചെയ്തിരുന്ന സന്ദീപായിട്ട് വിഷമം പറയും. ഒരു എതിരാളി കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ പ്രേക്ഷകരെ അയ്യപ്പനും കോശിയും ഒന്നാവുകയാണ് സുഹൃത്തുക്കളെ. ജ്യോതികുമാറിനെ നേരിൽ കാണുമ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ നിങ്ങൾ? ഇത് ആക്ച്വലി മാതൃഭൂമി നടന്നൊരു ചർച്ച. ഞാൻ അന്ന് എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റാണ്. അപ്പം അന്ന് മഞ്ജുഷ് ഗോപാൽ മാതൃഭൂമിയിലുണ്ട്. മഞ്ജുഷ് മഞ്ജുഷ് എന്നെ വിളിച്ചിട്ട് അന്ന് ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ സാധിക്കില്ല, കാരണം ക്ഷേത്രത്തിൽ അല്ലെ സന്ദീപ്, ഞാൻ ഇപ്പോൾ ആളെ ഇവിടെ 1 മണിക്കൂർ ഒന്ന് സന്ദീപ് വന്നേ പറ്റൂ. ഇങ്ങനെ പ്രൈം മിനിസ്റ്ററുടെ ഫോറിൻ വിസിറ്റുമായിട്ടോ പ്രസ് മീറ്റുമായിട്ടോ ബന്ധപ്പെട്ട എന്തോ ഡിസ്കഷനാണെന്ന് പറഞ്ഞു. ഞാൻ കാരണം എനിക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ശരി നിങ്ങൾ കേട്ടോ, ഞാൻ കറക്റ്റ് സമയത്ത് വരാം. ഞാൻ കറക്റ്റ് അമ്പലത്തിൽ നിന്ന് വന്ന് എനിക്ക് തോന്നുന്നത് വീട്ടിൽ കയറിയത് അമ്പലത്തിൽ നിന്ന് വന്ന് മനസ്സോടി വീട്ടിൽ കയറി ആ ചർച്ച മുഴുവൻ കേൾക്കണം. വളരെ അക്കാഡമിക് ആയിട്ടാണ് 1 hour ചർച്ച പോയത്. ഇന്ത്യയിലെ ഓരോ പ്രധാനമന്ത്രിമാരും നടത്തിയ പത്രസമ്മേളനങ്ങളും അവരുടെ ഹിസ്റ്ററി അതെല്ലാം ഞാൻ റെഫർ ചെയ്തിട്ടാണ് ആ ചർച്ചയിൽ. അങ്ങനത്തെ ഒരു ചർച്ചയായിരുന്നു. ഇതൊരു 1 മണിക്കൂർ ചർച്ചയിലെ 30 സെക്കൻഡ് മാത്രം സംഭവിച്ച, എൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു കാര്യമാണ്.